ഹലോ ഗൈസ്, രാവിലെ തന്നെ ബ്രഷൊക്കെ ചെയ്ത് ഫ്രഷ് ആയിട്ട് ഫുഡ് കഴിക്കാൻ തന്നെയാണ്. അവിടെ എത്തിയപ്പോൾ ഹോസ്റ്റലിലെ ദേശീയ ഭക്ഷണമായ ഉപ്പുമാവാണ്. അങ്ങനെ ഉപ്പുമാവ് കുറച്ചെടുത്ത് ചായ എടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. ഉപ്പുമാവ് ബേസിക്കലി ആർക്കും ഇഷ്ടമല്ലായിരിക്കുമല്ലോ, ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരല്ലേ കാണുള്ളൂ. അങ്ങനെ ഈ മുഖത്തിന്റെ മ്ലാനതയ്ക്ക് ഉപ്പുമാവ് അല്ലാട്ടോ കാരണം എന്റെ കമ്മല് രാവിലെ മിസ്സായി. കമ്മല് പക്ഷെ കിട്ടിയിട്ടോ, കുറച്ചു നേരം തപ്പിക്കഴിഞ്ഞപ്പം പിറകിലെ താണി മാത്രമേ മിസ്സായിട്ടുള്ളൂ. അതിന്റെ വിഷമത്തിൽ കുറച്ച് ഫുഡൊക്കെ കഴിച്ചു. എന്തായാലും പുറത്തേക്ക് പോകാൻ റെഡിയാവുകയാണ്. എന്നാ കുറച്ച് മേക്കപ്പ് ആവാൻ എഴുതി കുറച്ച് മേക്കപ്പ് ചെയ്തു. കൂട്ടത്തില് ലിപ്സ്റ്റിക് ഇട്ടു. ലിപ്സ്റ്റിക്ക് മെയിൻ ആണല്ലോ. ലിപ്സ്റ്റിക് ഇട്ടുകഴിയുമ്പോൾ എനിക്ക് സ്കിൻ ടോൺ തന്നെ മാറിയ പോലെ ഫീൽ ചെയ്യാറുണ്ട്. ഈ ഒരുങ്ങി പോകുന്നത് വേറെ എങ്ങോട്ടും അല്ല, ക്ലാസ്സിലേക്ക് പോലും അല്ല കേട്ടോ. രാവിലെ പച്ചക്കറി വാങ്ങാനാണ് ഈ വെളുപ്പാൻ കാലത്ത് തന്നെ എണീറ്റ് പോകുന്നത്. ഒരു 9 മണി എന്തോ ആയിട്ടേ ഉള്ളൂ. അങ്ങനെ പച്ചക്കറിക്കട ഇതാണ്. പച്ചക്കറി ചെന്ന് ഞങ്ങൾ ലിസ്റ്റൊക്കെ കൊടുത്തു, ബില്ലൊക്കെ വാങ്ങി. പച്ചക്കറി വാങ്ങിയതിന് ശേഷം ഞങ്ങൾക്ക് ഇനി തേങ്ങ വാങ്ങാനുണ്ട്. തേങ്ങ അറിയാവുന്നവരെ പോലെ കുലുക്കിയൊക്കെ നോക്കി എടുക്കുന്നുണ്ട്. കൊള്ളാമെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ തേങ്ങയും പച്ചക്കറിയൊക്കെ വാങ്ങി ഓട്ടോയിലാണ് പോകുന്നത്. കുറച്ച് കഷ്ടപ്പാടാണ് ഗൈസ്. ഞങ്ങളുടെ ഹോസ്റ്റലിൽ ഇങ്ങനെ ഓരോ മാസം 3 പേര് വെച്ചിട്ട് മെസ്സ് എടുക്കണം എന്നുണ്ട്. പഠിക്കാൻ പോവാ ഞങ്ങൾ. ബാഗൊക്കെ ഉണ്ട് കണ്ട. ബാഗിൽ എന്താ? ബാഗ്, ഒരു പേന, ഒരു ബുക്കുണ്ട്. അതെ, അത്യാവശ്യം കുറച്ച് ചില്ലറ പൈസ. പിന്നെ എനിക്ക് ചായ കുടിക്കാൻ തോന്നിയാൽ കുടിക്കാൻ ഇത്തിരി പൈസ, പിന്നെ ഒരു സൈൻ ഇടാൻ പേന. അങ്ങനെ അതിനുശേഷം ഞങ്ങൾ ഡിപ്പാർട്ട്മെന്റിൽ ഒപ്പിടാനായിട്ട് വന്നതാണ്. ഇതാണ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ്. ഇതിന്റെ പേര് ഭാമതി എന്നാണ്. യൂണിവേഴ്സിറ്റിയിൽ ഓരോ ബിൽഡിങ്ങുകൾക്കും ഓരോരോ പേരുകളുണ്ട്. HODയുടെ റൂമിലാണ് ഒപ്പിടേണ്ടത്. കയറി ഒപ്പിടാനായിട്ട് പോവാണ്. ഡിപ്പാർട്ട്മെന്റ് ഞങ്ങൾ ഒപ്പിടാൻ വന്നതാ. അപ്പൊ അവിടെ ഒരു കപ്പയ്ക്ക് വേണ്ടെന്ന് ആരോ ഇന്നലെ പറഞ്ഞു. കപ്പയ്ക്കെന്ന് വെച്ചാൽ ഓമയ്ക്ക, പപ്പായ. അപ്പൊ മറ്റന്നാ രാത്രി എന്ത് കൊടുക്കുന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു ഞങ്ങൾ. അപ്പൊ വിചാരിച്ചാൽ കപ്പയ്ക്ക് വെച്ചാലോ തോരൻ വെക്കാലോ എന്ന് കരുതി ഞങ്ങൾ പപ്പായ പറിക്കാൻ വന്നതാണ്. നിറയെ ദൂരെ കാണുന്നതാണ് പപ്പായ. ഇവള് കൊട എടുത്തില്ല. ഇവളുടെ റൂമിൽ കൊട ഉണ്ടായിരുന്നു. ഇവള് കൊട എടുക്കാതെ പറഞ്ഞു. അങ്ങനെ കപ്പയ്ക്ക വൈകിട്ട് പറിക്കാമെന്ന് തീരുമാനിച്ചു. നല്ല വെയിലായിരുന്നു. വെള്ളം കുടിച്ചിട്ട് ഫുഡ് കഴിക്കാൻ വന്നു. ഫുഡ് കഴിക്കാനായിട്ട് ഇന്ന് അച്ചിങ്ങ പയർ തോരനും പയറും മത്തൻ എരിശ്ശേരിയും മോരും രസമൊക്കെ ഉണ്ടായിരുന്നു. അത് കൂട്ടി ചോറൊക്കെ കഴിച്ചിട്ട് സമയം കളയാതെ ഞങ്ങൾ നേരെ ലൈബ്രറിയിലോട്ട് വരുന്നു. റൂമിൽ പോയാൽ പിന്നെ ഇന്ന് ലൈബ്രറി വരില്ല. അതുകൊണ്ട് നേരെ റൂമിലൊന്നും പോവാതെ നേരെ ലൈബ്രറിയിലോട്ടാട്ടോ വന്നത്. വന്നതാണ്ട് നമ്മൾ എഴുതണം. എഴുതി പേര് ഡിപ്പാർട്ട്മെന്റും ഒക്കെ എഴുതിയിട്ട് അകത്തേക്ക് പ്രവേശിക്കുന്നു. ഇതാണ് വിശാലമായ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി ലൈബ്രറി. അത്യാവശ്യം വലിയ ലൈബ്രറിയാണ്. മിക്ക ടെക്സ്റ്റുകളും ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ടോപ്പിക്കിന് ചേർന്നിട്ടുള്ള കുറച്ച് ബുക്കുകളൊക്കെ ഞങ്ങൾ നോക്കുമായിരുന്നു. മഹാന്മാരുടെ കുമ്പസാര രഹസ്യങ്ങൾ പുറത്തു വരേണ്ടെന്ന് അറിയത്തില്ലേ. അങ്ങനെ 2-3 ബുക്കിനെ പറ്റി ഓരോ ട്രോളൊക്കെ ഞങ്ങൾ പഠിക്കാനായിട്ട് ബുക്ക് എടുത്ത് മുകളിലോട്ട് പോവാണ്. റെഫറൻസ് സെക്ഷനിൽ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ വലിയ തിരക്കൊന്നും കാണില്ല. അപ്പൊ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പഠിക്കാമെന്ന് പറഞ്ഞിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. അവിടെ ചെന്ന് കയറി ഇരുന്ന് ഇന്നത്തെ കുറച്ച് പഠിക്കാം. എന്തായാലും ഇന്ന് പഠിക്കുന്നുള്ള ഭാഷയിലാണ് കേട്ടോ. കുറച്ചു നേരം കേട്ടോ, വൈകിട്ട് വരെ പഠിക്കാൻ അവിടെ ഇരുന്നിരുന്ന് സമയം പോണത് അറിയൂലേ. അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞു കുറച്ചു നേരം പഠിച്ചു ഒക്കെ തന്നെ ഇരുന്ന് ഒരു 4 മണി 4:30 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ചായ കുടിക്കണമല്ലോ എന്നുള്ള ആലോചനയിലായി. വിശന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അടുത്ത ലക്ഷ്യം ചായ കുടിക്കലാണല്ലോ. അപ്പൊ ലൈബ്രറിയുടെ തൊട്ട് താഴെ തന്നെ മിൽമയുണ്ട്. മിൽമയിൽ പോയിട്ട് നമുക്കൊരു ചായ കുടിക്കാനുള്ള പ്ലാനിലാണ്. ഒരു ചായയും ഒരു വടയും ഒരു പരിപ്പ് വടയായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ ലക്ഷ്യം. അങ്ങനെ ചായയും പരിപ്പ് വടയൊക്കെ കഴിച്ചിട്ട് ഒരു കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കപ്പയ്ക്ക പറിക്കാനെത്തി. അങ്ങനെ പപ്പായ പറിക്കാനുള്ള പരിശ്രമത്തിലാണ്. ഒരെണ്ണം ഗോപിക കുത്തിയിടുന്നുണ്ട്. പക്ഷെ ഈ താഴേന്ന് കുത്തിയിടാൻ നല്ല പാടായിരുന്നു കേട്ടോ. അപ്പൊ അവളിങ്ങനെ നമുക്ക് മേളിൽ കയറി പറിച്ചാലോ എന്നൊക്കെ നോക്കി. അപ്പൊ ഞാൻ പറിക്കാന്ന് പറഞ്ഞ് ഞാൻ മേടിച്ച് 1-2-3 വട്ടം ട്രൈ ചെയ്തു. പക്ഷെ കുത്തിയിടല് നടന്നില്ല ഗൈസ്. ഞാൻ പറഞ്ഞു മേളിൽ കയറി പറിച്ചാൽ നടക്കും. അങ്ങനെ ഞാൻ മേളിലേക്ക് കയറുവാണ്. ഗോപിക എന്നെ പൊക്കി കയറ്റാൻ പറഞ്ഞു. ഇങ്ങനൊന്നും അല്ലടാ ഇപ്പൊ വീടേനെ. അങ്ങനെ ഞങ്ങൾ മേളിൽ കയറിയിട്ട് കപ്പയ്ക്കിടാൻ പോവാ. വലുതൊന്നും നടന്നാൽ മതിയായിരുന്നു. അങ്ങനെ കമ്പെടുത്ത് ഇപ്പൊ വീഴുന്നുള്ള രീതിയിൽ കുത്താണ്. ഒരെണ്ണം വീണു. പക്ഷെ പിന്നെ അങ്ങോട്ട് എത്ര കുത്തിയിട്ടും വീഴുന്നില്ല. അവസാനം ഞാൻ പറഞ്ഞു ഇതൊന്ന് ഒടിച്ചു തരുമോ, ചിലപ്പോ നീളം കൂടിയതുകൊണ്ടായിരിക്കും. അങ്ങനെ രോഹിണി ശക്തിമാന്ന് പറഞ്ഞിട്ട് എല്ലാം ഒടിച്ചു തന്നു. ഒറ്റ ഒടിക്ക് തന്നെ കയ്യിൽ ഒടിച്ചിട്ടോ. അങ്ങനെ ആ സാധനം മേടിച്ചിട്ട് ചെറിയ കമ്പുകൊണ്ട് ഞാൻ കുറെ കുത്തിയിട്ടോ. അങ്ങനെ നിറയെ പപ്പായൊക്കെ കിട്ടി. വൈകിട്ട് നാളെ വൈകിട്ട് പപ്പായ കൊണ്ട് എന്തെങ്കിലും ഒരു കലാവിരുദ്ധ ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കും ഗൈസ് മെസ്സിൽ. അങ്ങനെ ഇതാണ് ഞങ്ങളുടെ പപ്പായ പറിക്കാൻ വന്ന ടീം. ഹേ ഗൈസ് നോക്കൂ. അങ്ങനെ ഞങ്ങൾ സെൽഫിയൊക്കെ എടുത്തിട്ട് പിന്നെ വൈകിട്ട് ചായ ഒന്നും കുടിക്കാൻ പോയില്ല കേട്ടോ. എന്തെങ്കിലും സ്നാക്സ് വാങ്ങിക്കാന്ന് കരുതി ഇവിടെ ഒരു ഹോൾസെയിൽ കടയുണ്ട്. അവിടെ പോയി സ്നാക്സ് ഒക്കെ വാങ്ങിച്ചു. പിന്നെ രാത്രി ആയപ്പോഴത്തേക്ക് ഫുഡ് കഴിക്കാനായിട്ട് സാമ്പാറും ചക്കത്തോരനും ആയിരുന്നേ. ചക്കത്തോരനും സാമ്പാറും കൂട്ടി ഫുഡൊക്കെ കഴിച്ചു. നല്ലതായിരുന്നു.
അപ്പൊ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇനി ഇറങ്ങാൻ പോവാണ് ഗൈസ്. അപ്പൊ ഗുഡ് നൈറ്റ്, ബൈ.